ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിലേക്ക് മടങ്ങി വരാം. 15ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ. ചരിത്രപരമായൊരു പശ്ചാത്തലത്തിൽ നൽകപ്പെട്ട പ്രവചന പുസ്തകമാണ്. അതുകൊണ്ട് ചരിത്രപരമായ പല വിഷയങ്ങളും നാം അതിനോടൊപ്പം ചിന്തിക്കേണ്ടത് ആവശ്യമായി വരും. എങ്കിൽ മാത്രമേ പുസ്തകത്തിൽ നൽകുന്ന സന്ദേശത്തിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 7ാം അധ്യായത്തിലാണ് നമ്മൾ 15ാമത്തെ പാഠത്തിൽ നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആരംഭിച്ചതാണ്. അതിൻ്റെ 1ാമത്തെ വാക്യം പറയുന്ന പോലെ ഉസിയ രാജാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായ യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് അരാമ്യ രാജാവായ റെസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അപ്പോൾ പേക്ക എന്ന രാജാവ്, അതായത് വടക്കുള്ള ഇസ്രായേലിൻ്റെ രാജാവായ പേക്കയും സിറിയയുടെ രാജാവായ അരാം എന്നറിയപ്പെടുന്ന സിറിയയുടെ രാജാവായ റെസിനും അവർ തമ്മിൽ സഖ്യത ഉണ്ടാക്കി. അതായത് അസീറിയയുടെ ആധിപത്യത്തിൽ നിന്ന്, അസീറിയ എന്ന വലിയ രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടി. അവർ അതേ സമയത്ത് പടിഞ്ഞാറുള്ള മറ്റ് രാജ്യങ്ങളും അവരോടൊപ്പം ചേരുന്നതിന് വേണ്ടി അസീറിയക്കെതിരെ യുദ്ധസന്നാഹം നടത്താൻ അവരോടുകൂടി മറ്റ് രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാനായിട്ട് അവർ ശ്രമം നടത്തി ആഗ്രഹിച്ചു. പക്ഷേ യഹൂദയുടെ രാജാവായ ആഹാസ് അതിനെ സമ്മതിച്ചില്ല, അവരോട് ചേർന്നില്ല. അതുകൊണ്ട് പേക്കായും റെസീനും ഇപ്പോൾ അവരുടെ സൈന്യവുമായി യെരുശലേമിൻ്റെ നേരെ, അതായത് യഹൂദയുടെ നേരെ വന്നു നിൽക്കുകയാണ്. ഈ വിഷയം 2 രാജാക്കന്മാരുടെ പുസ്തകം 16ാം അധ്യായത്തിൻ്റെ 5ാം വാക്യത്തിലും ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 16ാം അധ്യായത്തിൻ്റെ 5ാം വാക്യത്തിൽ അക്കാലത്ത് അരാം രാജാവായ റെസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകൻ പേക്കഹും യെരുശലേമിൻ്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന് ആഹാസിനെ നിരോധിച്ചു. എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആഹാസിനെതിരെ അണിനിരക്കുകയാണ്. യഹൂദ പട്ടണത്തെ നിരോധിക്കുക, ആഹാസിനെ അവരോടൊപ്പം ചേരാൻ പ്രേരിപ്പിക്കുക. പക്ഷെ അത് സാധിച്ചില്ല. ആഹാസിനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അവരുടെ ഒരു പാവയായ തബീലിനെ അവിടെ ആക്കി വയ്ക്കാനാണ് ശ്രമിച്ചത്. തബീൽ ഇവർ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ഒരു രാജാവാക്കി ഉപേഷ്ടനാക്കാനായിട്ട് ആഗ്രഹിച്ചു. ഇപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7ാം അധ്യായം 1ാം വാക്യം ആരംഭിക്കുന്ന ആ ഒരു വിവരം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ യെരുശലേമിൻ്റെ ചുറ്റും അതിരുകളിൽ ഈ പട്ടാളക്കാർ ക്യാമ്പ് നിൽക്കുകയാണ്. 3 ദിവസം അവിടെ നിന്ന് മാർച്ച് ചെയ്ത് വന്നാൽ, നടന്നു വന്നാൽ യഹൂദയുടെ അതിരിലെത്താം, യഹൂദയെ കൈയടക്കാം. ഈ സമയത്ത് ആഹാസ് എന്ന് പറഞ്ഞ രാജാവ് നിരാശനാണ്, വിഷമിച്ചിരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. അദ്ദേഹം അസീറിയയുടെ രാജാവായ തിഗ്ലത് പിലേസർ മൂന്നാമൻ, മറ്റൊരു പേര് പുൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ആശ്രയിച്ചു. അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ സഖ്യത ഉണ്ടാക്കിയത്. പക്ഷേ ആഹാസ് ചേരാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ആഹാസ് എന്ത് ചെയ്തു? ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഈ 2 സൈന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം തിഗ്ലത് പിലേസർ എന്ന് പറയുന്ന വ്യക്തിയെ, മറ്റൊരു ശത്രുവിനെ തന്നെ ആശ്രയിച്ചു. ഇത് ദൈവത്തിന് പ്രസാദമായില്ല. ആഹാസ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയില്ല. ദൈവത്തിൻ്റെ സന്ദേശം ആഹാസിനെ അറിയിക്കാനാണ് പ്രവാചകനായ യെശയ്യാവിനെ ദൈവം അയച്ചത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ആഹാസിനോട് പറയുന്നത്, നീ ഇവർ 2 രാജ്യങ്ങളെ പേടിക്കണ്ട, പേക്കായെയും റെസീനെയും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലോകത്തിലുള്ള മറ്റൊന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെയാണ് ഭയപ്പെടുന്നത്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടിപ്പോൾ മനുഷ്യൻ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും, പക്ഷെ നിങ്ങളുടെ പ്രാണനെയും ആത്മാവിനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടും. മത്തായി 10ാം അധ്യായം നമുക്കറിയാം. ഇപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ട സഹായം ചെയ്തു തരാം. നിനക്ക് എന്ത് സഹായമാണോ വേണ്ടത്, നീ എന്നെ ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തു തരാം. പക്ഷെ നീ നിന്റെ ആശ്രയം, വിശ്വാസം പൂർണ്ണമായി നിലനിൽപ്പിക്കണം. നീ എന്നെ പൂർണ്ണമായി ആശ്രയിക്കും. ദൈവത്തിനറിയാം, കൂട്ടായ്മ ഉപേക്ഷിക്കുകയും വചന പഠനമില്ലാതെയും ചെയ്യുന്നവരെയൊന്നും ദൈവം സഹായിക്കാൻ നിൽക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കണം. അത് നമ്മൾ തെളിയിക്കണം, നമ്മുടെ ജീവിത ക്രമീകരണത്തിലൂടെ തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ കൂടെ നിൽക്കും. അപ്പം യെശയ്യാ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഈ 2 രാജാക്കന്മാരുടെ പദ്ധതികളൊന്നും വിജയിക്കില്ല നീ ദൈവത്തെ ആശ്രയിച്ചാൽ. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം ആകാശത്തിനോട് പറയുകയാണ്, നീ ഒരു അടയാളം ചോദിക്കും. നീ 2 രാജാക്കന്മാരെ ഞാൻ തകർത്ത് കളയാം എന്നുള്ളതിൻ്റെ അടയാളം ചോദിക്കാൻ പറയും.
ആകാശ അടയാളം ചോദിക്കാൻ വിസമ്മതിക്കുന്നത്. ആകാശയുടെ ന്യായം എന്താണ്? ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. വാസ്തവത്തിൽ അവൻ്റെ ഉള്ളിൽ വേറെ ചില പ്ലാനുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ദൈവം വ്യക്തമായിട്ട് പറയും, ഞാൻ നിന്നോട് അടയാളം ചോദിക്കാൻ ആവശ്യപ്പെട്ടത്, ദൈവം ആവശ്യപ്പെട്ടതാണ് അടയാളം ചോദിക്കാൻ. ദൈവം ആവശ്യപ്പെട്ടെങ്കിൽ അത് ദൈവത്തെ പരീക്ഷിക്കാനല്ല. നീ അത് ചോദിച്ചാൽ അത് ദൈവത്തെ പരീക്ഷിക്കുകയല്ല. അത് ആകാശത്തിൻ്റെ ഉള്ളിലുള്ള തെറ്റായ തീരുമാനങ്ങൾ മറിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിനെ കാണാമത്. അതുകൊണ്ടാണ് അവൻ ഈ പുറമേ ഒരു ന്യായം പറഞ്ഞു, അയ്യോ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. പക്ഷെ ദൈവത്തിന് നന്നായിട്ട് അറിയാം അവൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യം അവനുണ്ട്. ദൈവം നമ്മളോടൊരു അടയാളം ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ അടയാളം ചോദിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയല്ല, തെറ്റല്ല. ദൈവം പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ചോദിക്കാം. പഴയകാലത്ത് മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്. ഗിദെയോനും മറ്റും ചോദിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ ശത്രുക്കളെ കീഴടക്കും? കമ്പിളി കൊണ്ടുള്ള അടയാളം ദൈവം കൊടുക്കും. അപ്പൊ ദൈവം പറഞ്ഞിട്ട് ചോദിക്കുന്ന ദൈവത്തെ പരീക്ഷിക്കുകയല്ല, അത് ആ ഉള്ളിലുള്ള വഞ്ചനയാണ്. അതാണ് 14 വാക്ക്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ചോദിക്കില്ല, പക്ഷെ ഞാനൊരു അടയാളം തരാം. ഇവിടെ നമ്മൾ കാണുന്നത് ആഹാസിൻ്റെ പദ്ധതികൾ ദൈവമെല്ലാം വളരെ വ്യക്തമായി മറന്നീക്കി പുറത്തു കൊണ്ടുവരും. 7-ാം അധ്യായത്തിലെ 17-ാം വാക്യം ഇങ്ങനെ പറയും, യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രൈം യഹൂദയെ വിട്ടുവഴിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും അസൂർ രാജാവിനെ തന്നെ. നീ ആരെ ആശ്രയിക്കുന്നത് അവരെ തന്നെയായിരിക്കും നിന്നെ നശിപ്പിക്കാൻ പോകുന്നത്. അതെന്നും സത്യമാണത്. ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ എവിടെയൊക്കെ ആരെയൊക്കെ ആശ്രയിക്കുമോ അവർ തന്നെ നമുക്ക് വിനാശത്തിന് കാരണമാകും. അത് വളരെ വ്യക്തമായി നമ്മൾ കാണാൻ സാധിക്കും. കാരണം അസീറിയ രാജ്യത്തെ ആശ്രയിച്ച് അസീറിയ തന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അസീറിയ രാജാവാണ് തൻ്റെ സുരക്ഷിതത്വം. ആ വലിയ സൈന്യം നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ കൊണ്ടുവന്ന നാശമായി. ഒരു വ്യക്തി പ്രകാരം പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, തിന്മ എന്ന് പറയുന്നത്, നാശമെന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവം അനുവദിച്ചു കൊടുക്കുക. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പലപ്പോഴും സ്വാർത്ഥമാണ്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ്. അപ്പോൾ ദൈവം അയക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്, നീ ആഗ്രഹിച്ചു തന്നെ കൊടുക്കുക. നിനക്ക് രാജാവല്ലേ വേണ്ട, ഇന്ന രാജാവ്. നിനക്ക് ഇറച്ചിയല്ലേ വേണ്ട, ഇന്ന ഇറച്ചി. അതുകൊണ്ട് അവരുടെ നാശത്തിന് കാരണമായി. ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവം നൽകി കൊടുത്ത മന്നയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ അനുസരണത്തോടെ ജീവിക്കുന്നവരും അവർക്ക് എത്ര കൂടുതൽ വേണം. അത് നിലവിളിക്കുകയാണ്. ദൈവം അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് രാജാവാണോ വേണ്ട, എൻ്റെ ഭരണം ഇഷ്ടമല്ല, നിങ്ങൾക്ക് രാജാവല്ലേ വേണ്ട, ഇന്ന രാജാവ്. പലപ്പോഴും ഒരു വിധത്തിൽ ദൈവത്തിന് ശിക്ഷ അടക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, അതായത് നമ്മുടെ ആഗ്രഹത്തിന് ഉത്തരം തരും. അവിടെ രക്ഷയെന്ന് വിചാരിച്ചവർ തന്നെ അവരുടെ കൊലപാതകനായി, ഇവിടെ നാശമായി. അവർ മനുഷ്യൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. അപ്പം ഈ ഒരു യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. അസീറിയ രാജ്യം ഫിലിസ്തീയ ദേശങ്ങളെ കീഴടക്കി. ഇതിനുശേഷം 1 വർഷം കഴിയുമ്പോൾ 3 വർഷത്തിന് ശേഷം ദമാസ്കസ് നിലംപതിക്കും. 13 വർഷത്തിന് ശേഷം ഇസ്രയേലിൻ്റെ നിലം പരിശാക്കും അസീറിയക്കാർ. അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് 722 BC സംഭവിച്ചു. അപ്പോൾ ആരെയാണോ ആശ്രയിച്ചത്? ഈ പെക്കിനെയും റെസിനെയും ഭയന്ന് ആഹാസ് ആശ്രയിച്ച രാജ്യം തന്നെ ഇവരുടെ നാശത്തിന് കാരണമായി. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. ദൈവത്തിന് വിരോധമായി നമ്മൾ പല കൂട്ടുകെട്ടുകളും നടത്തും. ആ കൂട്ടുകെട്ടുകൾ തന്നെ നമ്മളെ നശിപ്പിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം ആഹാസ് തൻ്റെ സ്വന്തം ജ്ഞാനത്തിൽ, സ്വന്തം യുദ്ധതന്ത്രത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ സഹായം അവന് കിട്ടിയില്ല. അപ്പോൾ ഒരു പ്രവചന ദർശനത്തിലൂടെ യെശയ്യാവ് വ്യക്തമായി മനസ്സിലാക്കി, അസീറിയ രാജ്യത്തിൻ്റെയും ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും പീഡനം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേൽ വരുന്നതിനെക്കുറിച്ച്. മാത്രമല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദർശനത്തിലൂടെ പ്രവാചകനും ദൈവം കാണിച്ചു കൊടുത്തു. അതാണ് അവസാനം ദൈവം കൊടുത്ത അടയാളമായി, ഇമ്മാനുവേലിൻ്റെ അവതരണമായി, ഇമ്മാനുവേലിൻ്റെ ആഗമനമായി മശിഹ വരുന്നതിനെക്കുറിച്ചൊക്കെ പ്രവാചകൻ്റെ ദൈവം ദർശനം കൊടുത്തു. വരാനിരിക്കുന്ന മുള എന്ന പേരിൽ അത് അറിയപ്പെട്ടു. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാവ് എഴുതി. അവസാന ഉപസംഹാരത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിന് 18 മുതൽ 25 വരെ അന്നാളിൽ 4 തവണ കാണും ഈ വാക്ക്, അന്നാളിൽ. യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അസൂർ ദേശത്ത് നിന്ന് തേനീച്ചയും, ഇതൊക്കെ ആലങ്കാരിക ഭാഷയാണ്, ചൂളകുത്തി വിളിക്കും, അതായത് വിസിലടിച്ച് വിളിക്കും. അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പിളർപ്പുകളിലും എല്ലാ മുൾപടർപ്പുകളിലും എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും പറ്റും. വീണ്ടും അന്നാളിൽ
കർത്താവ് നിനക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അസൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും. അത് താടിയും കൂടെ നീക്കും. അന്നാളിൽ, വീണ്ടും അന്നാളിൽ ഒരുത്തിനൊരു പശുക്കിടാവിനെയും 2 ആട്ടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റു കഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന എവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ 4-ാം തവണ 1000 വെള്ളിക്കാശ് വിലവുള്ള 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വെള്ളി എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. ഒരിക്കലും അനുഗ്രഹമായ സമർത്ഥമായ ദേശത്തിൻ്റെ അവസ്ഥയാണ്. തൂമ്പ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോവുകയില്ല. അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളയാനും മാത്രം മുതൽ. ദൈവത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമാണ്. അപ്പം 4 വാക്കുകൾ, ഒരു വാക്ക് 4 തവണ ആവർത്തിച്ചുകൊണ്ട് അവിടെ വരാനിരിക്കുന്ന ആ ഭയങ്കരമായ ഭീകരമായ ഭവിഷ്യത്തിനെ കാണിച്ചു കൊടുത്തു. 18-10 വാക്യങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ യഹൂദ ദേശം ആശ്രയിച്ച രാജ്യങ്ങൾ അവരുടെ നാശത്തെക്കുറിച്ച്. കാരണം ഈജിപ്ത് എന്നും ദൈവമക്കൾക്കെതിരെ പ്രവർത്തിച്ച രാജ്യമാണ്. ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിക്കാൻ പ്രവർത്തിച്ചവരാണ്. അപ്പം അവിടെ വ്യക്തമായി, കൂടാതെ അസീറിയം അപ്രകാരമാണ്. അസീറിയയിലേക്കാണ് അവസാന ദൈവമക്കൾ പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോകുന്നത്. പ്രാണികൾ കൂട്ടം കൂട്ടമായി വരുന്നത് പോലെ ആണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് 19-ാം വാക്യത്തിൽ. അവയൊക്കെ വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളപ്പുകളിലും എല്ലാ മുൾപ്പടവുകളിലും എല്ലാ മേച്ചപ്പുറങ്ങളിലും ഇപ്പം ചില പ്രാണിക്കൂട്ടങ്ങൾ വന്ന് സസ്യങ്ങളെ മുഴുവൻ കത്തി നശിപ്പിക്കുന്ന പോലെ, കുത്തി നശിപ്പിക്കുന്ന പോലെ. 20-ാം വാക്യത്തിൽ പറയുന്നത് ഒരു കത്തി കൊണ്ട്, ക്ഷൗരക്കത്തി. ക്ഷൗരക്കത്തി എന്ന് ഉദ്ദേശിക്കുന്നതും ഇവരുടെ ആ മറ്റ് രാജ്യങ്ങളെയാണ്. ഇവരുടെ സഖ്യതയിൽ പങ്കുചേർന്ന രാജ്യങ്ങളാണ്. അവർ വന്ന് തകർത്ത് കളയും. എല്ലാ തരത്തിലുള്ള അഭക്തി നിറഞ്ഞ ചേരാൻ പാടില്ലാത്തവരുമായി ചേർന്ന ഇടയില്ലാ പിണ കൂടാൻ പാടില്ലാത്തവരുമായി ഇണയില്ലാ പിണ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുമെന്ന് പറയുന്നത് പോലെ പുതിയ നിയമത്തിൽ ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്. 21-22 വാക്യങ്ങളിൽ അവിടെ കൃഷിയിടങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കും. ഒരിക്കലും സമർത്ഥമായി കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം നശിക്കുകയാണ്. ഇത് തൈരും തേനും മാത്രം ആഹാരമാണ്, മറ്റൊന്നുമില്ലാത്തൊരവസ്ഥയെത്തി. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? രാജാവ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റ് രാജ്യങ്ങളെ, തൻ്റെ യുദ്ധതന്ത്രങ്ങളെ, തൻ്റെ ജ്ഞാനത്തെ, കഴിവിൽ ആശ്രയിച്ചു. അതിൻ്റെ ഭവിഷ്യത്താണ് 20-25 വരെ ആ ദേശത്തിൻ്റെ ശൂന്യതയാണ്. ഒരിക്കൽ 10,000 താലന്ത് വിലയുണ്ടായിരുന്ന മുന്തിരിത്തോട്ടം മുള്ളും പറക്കാരെയും പിടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കൃഷി നടക്കുന്നില്ല. ഇതെല്ലാം കാണിച്ചിരുന്നത് എന്താണ്? വിശ്വാസമില്ലായ്മയും ദൈവത്തിലുള്ള അനുസരണമില്ലായ്മയും നിമിത്തം ദേശവും ജനവും നശിക്കുന്നു. വിശ്വാസമില്ല ദൈവത്തിൽ, ദൈവത്തിൻ്റെ കൽപ്പനയോട് അനുസരണമില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ദേശത്തും ദൈവ മക്കളിലും അനുഭവിക്കുകയാണ്. ഇതെന്നും ആവശ്യമുള്ള പാഠമാണ്. ദൈവമക്കൾ സമർത്ഥമായ ജീവിതത്തിൻ്റെ അവകാശികളാണ്. ആ സമർത്ഥമായ ജീവിതം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരും ദൈവത്തെ അനുസരിക്കുന്നവരുമായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ എല്ലാ മാനവും നഷ്ടപ്പെട്ടു. 21 വാക്യം പറയുന്നതിൽ കഠിന അധ്വാനം അവർക്ക് വേണ്ടി വന്നു. അവരുടെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു. അവരെന്തെല്ലാം രക്ഷിച്ച് സേവിച്ചു വെച്ചോ അതെല്ലാം നശിക്കുകയാണ്. കഠിനാധ്വാനം 24-25 വാക്യങ്ങളിൽ ദേശമൊക്കെ മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും കൊണ്ട് മാത്രമേ അവിടെ കയറാൻ പറ്റുകയുള്ളൂ. ആ നിലയിൽ കാട് പിടിച്ചത്. ഒരിക്കൽ സമർത്ഥമായ കൃഷി ഉണ്ടായ സ്ഥലം, 1000 വെള്ളിക്കാശ് വിലയുള്ള 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചാൽ നമ്മുടെ ഒരു കൃഷി ദൈവം അനുഗ്രഹിക്കില്ല, ഒരു പ്രവൃത്തി ദൈവം അനുഗ്രഹിക്കില്ല. അതാണ് ആവർത്തന ദൈവം പറഞ്ഞത് മോശയിലൂടെ 2 മലയുടെ മുമ്പിൽ നിർത്തിയ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒന്നും ഫലിക്കില്ല, നിങ്ങൾ ഒരു കൃഷിയും ഫലം തരില്ല, കൃഷിയിൽ നശിപ്പിച്ചു കളയില്ല. ദൈവം പറഞ്ഞ വ്യക്തമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഈ വിനാശം, ഒരു ശിക്ഷയാണിത്, ദൈവത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ ശിക്ഷ. എങ്കിലേ മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ ദൈവത്തെ തള്ളിക്കളഞ്ഞതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് സംഭവിക്കുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതൊരു ശിക്ഷയാണ്. പഴയമകാലത്ത് വളരെ വ്യക്തമായി കാണിച്ചു, പുതിയ കാലത്ത് ശരിയാണ്. ഇതെല്ലാം സംഭവിച്ചതിൻ്റെ കാരണം വിശ്വാസമില്ലായ്മ, അനുസരണമില്ലായ്മ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം ജനത്തിൽ ആശ്രയിച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നാം കണ്ടു, ആഹാസിയുടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, ഈ 2 ശത്രുക്കളെ ഞാൻ തുടച്ചു കളയും, നീ എൻ്റെ കൂടെ നിന്നെ വിശ്വസിച്ചാൽ. ഒരു അടയാളം ചോദിക്കും? ഇല്ല, ഞാൻ ചോദിക്കില്ല, ഞാൻ ദൈവത്തെ പരീക്ഷിക്കില്ല. പക്ഷേ ഉള്ളിൽ വേറെ ചിന്തയായിരുന്നു. അപ്പോൾ 14 മുതൽ 16 വാക്യത്തിൻ്റെ അർത്ഥം നോക്കുന്നത് മനസ്സിലാക്കാം.
യെശയ്യാ 17 പഴയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക്, ആഘോഷത്തോട് മാത്രമല്ല തൻ്റെ ജനത്തോട് നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണി, അത് തന്നെ അസാധാരണമാണ്. ഗർഭിണിയാകുന്നതിന് മുമ്പേ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ കന്യകാചർമ്മം നഷ്ടപ്പെടും. പിന്നെ ആ സ്ത്രീ കന്യകയല്ല. പക്ഷെ ഇവിടെ പറയുന്ന അസാധാരണമായ അടയാളമാണ്. ഇതാണ് അതിൻ്റെ അത്ഭുതകരമായ, വിസ്മയകരമായ, അസാധാരണമായ അടയാളം. കന്യക ഗർഭിണിയായി. കന്യക ഒരിക്കലും ഗർഭിണിയായില്ല. കന്യക ഗർഭിണിയായി ഒരു മകളെ എന്നല്ല മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇതിൽ പറഞ്ഞ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ, അത് 10 ആകാം, 12 ആകാം, 9 വയസ്സാകാം, അറിയില്ല. ഓരോ സാഹചര്യമനുസരിച്ച്, കാലങ്ങളനുസരിച്ച് പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ ബാലനാകുന്ന അവസ്ഥ. ഇപ്പം 12, 13 വയസ്സാകാം. ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ആഹാസിനോട് പറയുകയാണ്, നിനക്ക് സംശയമല്ലേ, പക്ഷെ ഞാനൊരു അടയാളം തരാം. ആ സ്ത്രീ ഗർഭിണിയാകും. അവരുടെ ദേശത്ത് ഇതണം. ഈ പ്രവചനം ദ്വയാർത്ഥമാണ്. അതായത് ഇത് ആഹാസിനോട് പറയുന്ന സമയത്ത് അവരുടെ രാജ്യത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അവിടെ ഒരു കന്യക ഗർഭിണിയാകുന്നല്ല, ഒരു പെൺകുട്ടി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന അവസ്ഥ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ അതോടൊപ്പം പഴയ കാലത്ത് തന്നെ പിശാചിനെക്കുറിച്ച് സോർ രാജാവിനോടാണ് സംസാരിക്കുന്നത്. സോർ രാജാവിൻ്റെ സംസാരിക്കുമ്പോൾ സോർ രാജാവിൻ്റെ ദുഷ്ടതയൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് വാസ്തവത്തിൽ പറയുന്ന പിശാചിനെ കുറിച്ചാണ്. അതിൽ 2 അർത്ഥമുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു സ്ത്രീ പ്രസവിക്കും. ആ സ്ത്രീ പ്രസവിച്ച ആ ബാലന് പ്രായമാകുന്നത് വരെയുള്ള സമയം, അതായത് ഒരു 10-12 വയസ്സ് പ്രായം, ആ വർഷ സമയത്തിനുള്ളിൽ നീ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരെ തകർത്തുകളയും. നിനക്ക് വിശ്വസിക്കാമോ? അതൊരു അടയാളമാണ് കന്യക ഗർഭിണിയാകുന്നുള്ളത്. കന്യക ഗർഭിണിയാണ്. അതിൽ കൂടുതൽ ചരിത്രപരമായ വസ്തു നമുക്ക് ബൈബിളിൽ ലഭ്യമല്ല. പക്ഷെ ഇതിന് 2 ആപ്ലിക്കേഷനുണ്ട്, 2 പ്രായോഗിക തലമുണ്ട്. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരു കന്യക, വെർജിൻ, ഒരു കന്യക ഗർഭം ധരിക്കുകയും ഒരു കുഞ്ഞിനെ ജനിക്കുകയും ചെയ്യും, കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. ആ കുഞ്ഞ് വളർന്ന് നന്മ തിന്മകളെ അറിയാൻ പ്രായമാകുമ്പോൾ ഈ 2 രാജാക്കന്മാർ, ആഹാസെ നീ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരെ ഞാൻ തകർത്തത്. ഇതാണ് അടയാളം. അതായത് ഒരു സ്ത്രീ പ്രസവിക്കുന്ന, കന്യകാകണമെന്നില്ല, അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഒരു അടയാളമാണ്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞ് പ്രായമാകുന്ന ബാലൻ, ആ നന്മതിന്മകളെ തിരഞ്ഞെടുക്കുന്ന പ്രായമാകുന്ന കാലം, ആ കാലത്തിനുള്ളിൽ ഞാൻ നിന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ, നീ ഭയപ്പെടുന്നതിനെ എടുത്തു കളയും. അന്ന് തന്നെ ചെയ്യണമെന്നില്ല, ഇത് ചെയ്യാൻ കഴിയും അന്ന് തന്നെ. പക്ഷേ ഒരു ആഹാസിനെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കണം, ദൈവവിശ്വാസത്തിൽ അവനെ ബലപ്പെടുത്തണം. അപ്പോൾ ആ കുഞ്ഞ് പ്രായമാകുന്ന, അത് ഇന്ന കന്യകയാകണമെന്നില്ല. അന്നത്തെ കാലത്ത് അവിടെ പ്രായോഗികമായി ആ സമയത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് നന്മതിന്മകളെ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്ന കാലത്തിനുള്ളിൽ ഈ രാജാക്കന്മാരില്ലാതാകും. ഇത് പലതരത്തിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇത് ആഹാസിന് കൊടുക്കുന്ന അടയാളമാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ ആഹാസിന് നൽകുന്ന അടയാളമാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ, കുറഞ്ഞ സമയത്തിനുള്ളിൽ നീ ഭയപ്പെടുന്ന നിന്റെ ഭയത്തെ ഞാൻ മാറ്റിത്തരും. നീ എന്നെ ആശ്രയിച്ച, നീ ഒരു ഭയത്തിലാണ്, സൈന്യങ്ങളിങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. നീ എന്നെ ആശ്രയിക്കാമെങ്കിൽ, എന്നെ വിശ്വസിക്കാമെങ്കിൽ, നീ ഭയപ്പെടുന്ന ഭയം ഞാൻ നീക്കിക്കളയാം. നമ്മളെല്ലാം ജീവിതത്തിൽ പല ഭയങ്ങളുണ്ടാകും, ഫോബിയാസ്. ഇത് ഞാൻ മാറ്റിത്തരാം ഞാൻ. പക്ഷെ നീ എന്നെ ആശ്രയിക്കണം. ആഹാസിനെ സംബന്ധിച്ച് കുറച്ച് കാലം ഇതിന് നിനക്ക് ആവശ്യമാണ്. അതാണ് പറയുന്നത്, കുഞ്ഞ് വളർന്നു വരുന്ന കാലം. ശിശു വളർന്ന് നന്മതിന്മകളെ തിരഞ്ഞെടുക്കാൻ, ആഹാരം കഴിക്കാൻ പ്രായമാകുന്നു, അത് സമയം. ഇവിടെ ആഹാസിന് സംഭവിച്ചത് കന്യക ഗർഭിണിയാകുന്ന വാക്ക്, കന്യക ഗർഭം ധരിച്ച് അല്ലെങ്കിൽ കന്യക ഗർഭിണിയായി, ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് കന്യക ഗർഭിണിയായി എന്ന് പറയുമ്പോൾ ആത്മാ എന്ന എബ്രായ പദമാണ്. വിവാഹ പ്രായമായൊരു പെൺകുട്ടി എന്ന അർത്ഥമാണ്. ഈ വാക്കിൽ ആഹാസ് തെറ്റിപ്പോയി. ആഹാസിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, ന്യായമായുള്ള യുക്തി കൊണ്ട് ചിന്തിച്ചപ്പോൾ കന്യക എങ്ങനെ ഗർഭിണിയാകും? അതുകൊണ്ട് ആഹാസ് എന്ന രാജാവ് ഈ ദൈവം തന്ന അടയാളമാണ്. ദൈവം തന്ന അടയാളമാണ്, മറക്കരുത്. ദൈവം തന്ന ഈ അടയാളത്തെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വന്നു.
മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു. പ്രായോഗികമായ നാട്ടുനടപ്പനുസരിച്ച് അത് സംഭവിക്കില്ല. കന്യക ഗർഭിണിയാകുന്ന എങ്ങനെ? അതുകൊണ്ട് ആഹാസ് അതിനെ കാര്യമാക്കിയില്ല. ഈ വാക്ക്, ദൈവം പറഞ്ഞ വാക്കിന് ദൈവത്തിന് അർത്ഥമുണ്ട്. ദൈവം പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞത്രയേ ഉള്ളൂ, ഒരു ശിശു ജനിച്ചാൽ ശിശുവിനെ പ്രായപൂർത്തിയാകുന്ന കാലം വരെ, അത് കഴിയുമ്പോൾ നീ ഭയപ്പെടുന്നതിൻ്റെ ഭയം മാറ്റിത്തരും. അതുവരെ നീ ക്ഷമിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കും. ഇതിൻ്റെ ശത്രുവിനെ പേടിക്കേണ്ട കാര്യം. ഇതാണ് ദൈവം പറഞ്ഞത്. ആഹാസിന് കൊടുത്ത അടയാളമാണ്. മാത്രമല്ല, ഈ അടയാളത്തിൻ്റെ മറ്റൊരർത്ഥം ഭാവിയിൽ സംഭവിക്കേണ്ട ഒന്നാണിത്. ഇതിന് മറ്റൊരർത്ഥമുണ്ട്. മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. മശിഹ മാത്രമാണ് ഭൂമിയിൽ കന്യകയിൽ നിന്ന് ജനിച്ച ശിശു. ബാക്കി ഒരു ശിശു അങ്ങനെ ജനിക്കില്ല. കാരണം വിവാഹബന്ധത്തിൽ, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, വിവാഹം കഴിക്കാതെ തന്നെയുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും ശിശു ജനിച്ചാൽ കന്യകാ ജന്മം നഷ്ടപ്പെടുകയും ആ സ്ത്രീ പിന്നെ കന്യക എന്ന് വിളിക്കപ്പെടുകയും ചെയ്യില്ല. കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് പ്രപഞ്ചത്തിൽ കന്യകയിലൂടെ ഗർഭം ധരിച്ചു, കന്യകയിലൂടെ പ്രസവിച്ചു വന്നത്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ 14-15 വയസ്സ് മാത്രം പ്രായമുള്ള മറിയയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് വ്യക്തമായിട്ട് ഇതേ വേദഭാഗം തന്നെയാണ് അവിടെ ഉദ്ധരിച്ചത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദിന്റെ മകനായ ജോസഫിൻ്റെ അടുക്ക് വരും, നിന്റെ ഭാര്യ മറിയയെ ചേർത്തുകൊള്ളാൻ തർക്കിക്കേണ്ട, അവിടെ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. വിവാഹം നിശ്ചയം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ജോസഫും മറിയയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല, പരസ്പര സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ ജോസഫ് പെട്ടെന്ന് കേട്ടു, എൻ്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണ്. ജോസഫ് മനസ്സുകൊണ്ട് നീതിമാനായതുകൊണ്ട് മനസ്സുകൊണ്ട് തീരുമാനിച്ച് അവൾക്ക് മറ്റുള്ളവർ കല്ലെറിയും, അത് വരാതിരിക്കാൻ, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ. അപ്പോൾ ജോസഫിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ പോലും ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് മനുഷ്യൻ. ദൈവം ജോസഫിൻ്റെ അടുക്കൽ ദൂതനെ വിട്ടിട്ട് നീ പേടിക്കണ്ട, അവിടെ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പോൾ അവൾ ഇപ്പോഴും കന്യക തന്നെയാണ്. മനുഷ്യനെ സൃഷ്ടി ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നുണ്ടെന്ന് അവൻ യേശു എന്ന് പേരിടണം. ഈ ശിശുവിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ദൗത്യത്തിനു വേണ്ടിയാണ് ശിശു വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് മറിയ ഗർഭം ധരിച്ചത്. ഒരു പുരുഷനുമായുള്ള ബന്ധത്തിലുണ്ടായതല്ല അത്. ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് ആ കുഞ്ഞ് ഭൂമിയിൽ ഉദരത്തിൽ രൂപം കൊണ്ടത്. എന്നിട്ട് 22-ാം വാക്യം മത്തായി 1, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം അവന് നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. പ്രവചന നിവൃത്തിയാണ് ഈ സംഭവിച്ചെന്ന് മറിയോട് പറയും. മറിയത് പൂർണ്ണമായി വിശ്വസിച്ചു. മറിയെ വിശ്വസിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് മറിയയ്ക്ക് ഇത് അനുവദിച്ചത്. അയ്യോ, എനിക്ക് പറ്റില്ല, എന്നെ എല്ലാവരും കളിയാക്കി, എന്നെ കല്ലെറി, എന്നെ കൊല്ലും, എനിക്ക് നാണക്കേടാണ് എന്ന് പറയുന്ന മനോഭാവം മറിയക്കുണ്ടെങ്കിൽ ഇതിന് മുൻകൂട്ടി കാണാം അങ്ങനെ ഉണ്ടാകുമോ എന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും മറിയയ്ക്ക് അനുഗ്രഹം കൊടുക്കില്ല. അവിടെ ഇതാ ആ പരിശുദ്ധാത്മാവ് വ്യക്തമായി തൻ്റെ ആ വലിയ ലക്ഷ്യം കാണിച്ചു കൊടുത്തു. മത്തായി 1-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചത്. അപ്പം അവിടെ ദൈവത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന എത്ര നല്ലതാണ്. ഇവിടെ ഇതാ പ്രവാചകൻ അത് ചെയ്യുകയാണ്. വരാൻ പോകുന്ന മശിഹയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ആ മശിഹ കന്യകയിലൂടെ ആയിരിക്കും ജനിക്കാൻ പോകുന്നത്. മൂന്നാമത്, ഈ അടയാളത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവം മനുഷ്യനായി കടന്നു വരും എന്ന സൂചനയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വരുമെന്ന സൂചനയാണ്. കന്യ ഗർഭം ധരിച്ച മകനെ പ്രസവിക്കുക, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം മനുഷ്യരുടെ നടുവിലേക്ക് ഇറങ്ങി വരുമെന്നൊരു വലിയ അടയാളം കൊടുക്കുകയാണ്, വലിയൊരു അർത്ഥം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ കാണിച്ചു തരികയാണ്. ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഓർമ്മിപ്പിക്കുകയാണ്. ദൈവപുത്രൻ കർത്താവ് യേശുക്രിസ്തു, ദൈവികത്വത്തിൻ്റെ രണ്ടാമനായ ദൈവപുത്രൻ മനുഷ്യരുടെ നടുവിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സത്യമാണ്. ക്രിസ്ത്യാനിത്വത്തെ ഉറപ്പിക്കുന്നൊരു സത്യമാണ്. നമുക്കത് ബോധ്യപ്പെടുത്തി തരികയാണ്. ഏറ്റവും വലിയ തെളിവ് തരികയാണ്. മറിയയിലൂടെ ജനിച്ച ശിശു വാസ്തവത്തിൽ ദൈവം മനുഷ്യനായി വന്നവനാണ്. ദൈവം മനുഷ്യനായി ജഡം ധരിച്ച് വന്നവനാണ്. ഇമ്മാനുവേൽ എന്ന വാക്കുള്ളത് ഉപയോഗിച്ചു മത്തായി വ്യക്തമായി കാണിച്ചു തന്നു. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ 14-ാം വാക്യത്തിൽ മുൻകൂട്ടി പ്രവചിച്ചതിൻ്റെ നിവൃത്തിയാണ് ഈ കന്യകാജനനം. ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ട പ്രയോഗമാണ് കന്യകാജനനം. കന്യകയിലൂടെ ജനിച്ചു. പിന്നീട് ജോസഫ് മറിയയും തമ്മിൽ വിവാഹബന്ധം കഴിച്ചു. അത് നിശ്ചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോസഫ് പിന്നീട് മറിയെ ദൈവം നിർദ്ദേശിച്ചതുപോലെ വിവാഹം കഴിച്ചു. മറിയയും ജോസഫുമുള്ള ബന്ധത്തിൽ മറ്റനേകം മക്കളും ഉണ്ടായി. അതും പുതിയ നിയമത്തിൽ വ്യക്തമായി, അവിടെ പേരുകൾ സഹിതം വ്യക്തമായി പറയുന്നുണ്ട്. അത് പേര് പറഞ്ഞവർ വ്യക്തമാക്കുന്നത് കള്ളമായിരുന്നെങ്കിൽ ബൈബിൾ അതോടുകൂടി അവസാനിച്ചേനെ. പുതിയ അതോടുകൂടി വലിച്ചെറിഞ്ഞ് കളഞ്ഞേനെ. അന്നത്തെ കാലത്തെ ജനങ്ങൾക്കറിയാം, ഇവൻ്റെ സഹോദരൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഇവൻ്റെ അപ്പനെയും അമ്മയും വീടൊക്കെ നമുക്കറിയാം. പിന്നെ ഇവിടെ ഈ പ്രത്യേക ജ്ഞാനം ഇവിടെ നിന്നു. ഇതൊക്കെ അവർ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായി കാണാം യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായി. കുറഞ്ഞ പക്ഷേ 6 പേരുടെ പേരുകൾ നമുക്ക് ബൈബിളിൽ തന്നെയുണ്ട്.
ഇവിടെ വ്യക്തമായി കന്യകാജനനം അത് സംഭവിച്ചു. എത്ര വലിയൊരു അടയാളമാണ്. ദൈവം ആകാശിന് കൊടുത്ത അടയാളം, ഒരു മനുഷ്യകുലത്തിന് കൊടുത്ത അടയാളം. ഒരു വലിയ സന്ദേശം പറയണം, ആകാശേ നീ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ ശത്രുക്കളെ ഞാൻ തുടച്ചു മാറ്റി തരാം. ഇത് മറ്റൊരു അടയാളമാണ്. സാത്താൻ്റെ ശത്രുതയിൽ നിന്ന്, പിടിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മനുഷ്യത്തെ രക്ഷിക്കാൻ ഇതാരും മച്ചിക വരുന്നു. കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഒരു മച്ചിക വരും കാലസമ്പൂർണതയിൽ. വലിയ സന്ദേശം ഭാവി സംഭവിക്കാനുള്ളൊരു കാര്യം കൂടിയാണ് യെശയ്യാ 14 പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം വായിക്കുന്നവർക്ക് വ്യക്തമായി ഞാൻ പറയുകയാണ്, ഇതാരെക്കുറിച്ച് പറയുകയാണ്. യെശയ്യാ 14 ഉദ്ധരിക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിനെക്കുറിച്ച് ഏറ്റവും വലിയ പ്രവചനമാണ് ഇവിടെ നടക്കുന്നത്. അത് സംഭവിച്ചു. കർത്താവ് യേശുക്രിസ്തു, ദൈവം തന്നെയായ കർത്താവ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഈ പ്രവചനം നിവൃത്തിയാക്കി. അപ്പോൾ ഈ അടയാളം ആകാശിൻ്റെ കാലത്ത് നടക്കുന്നു. ഒരു വശത്തിൽ ആകാശിനോട് കൊടുക്കുന്ന ഒരു അടയാളമാണ് നീ ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു ശിശു ജനിച്ച് വളർന്ന്, ഒരു ശിശു ഗർഭധരിക്കപ്പെട്ട്, കന്യകയല്ല, ഒരു ശിശു ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട് വളർന്ന് പ്രായപൂർത്തിയാകുന്ന സമയമേ ഉള്ളൂ നിന്റെ ശത്രുവിനെ നീക്കാനുള്ള സമയം. അതുവരെ ഒന്ന് വിശ്വസിക്കുക, ആശ്രയിക്കും. ഇതിൻ്റെ മറുവശം രക്ഷകൻ വരാൻ പോകുന്ന വിധമാണിത്. രക്ഷകൻ ആഗമിക്കാൻ പോകുന്ന വിധമാണിത്. കന്യകയിലൂടെ, ആകാശൻ്റെ കാലത്ത് കന്യകയിലൂടെയല്ല, ഒരു സാധാരണ സ്ത്രീയിലൂടെ. പക്ഷെ ഭാവിയിൽ ഒരു കന്യകയിലൂടെ രക്ഷകൻ വരും. ശത്രുവിനെ തകർക്കാൻ, പിശാചിൻ്റെ തലയെ തകർക്കാൻ രക്ഷകൻ വരുന്നു. പക്ഷെ വരുന്നത് കന്യകയിലൂടെ. അതാണ് അടയാളം. ഭൂമിയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു കാര്യം നടന്നാൽ അത് രക്ഷകൻ്റെ ആഗമനമാണെന്ന് അന്ന് പ്രവാചകനിലൂടെ പറഞ്ഞു. മത്തായിയിൽ അത് ഇതാണ് എന്ന് മത്തായിയിൽ ദൈവാത്മാവ് കാണിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെയാണ് ആ ശിശു രൂപം കൊള്ളുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് വചനം നമുക്ക് കയ്യിൽ തരുന്നത്. 7-ാമത്തെ ഇവിടെ പുസ്തകത്തിൽ 8-ാമത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. യെശയ്യാ പുസ്തകം 8-ാം അധ്യായം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശലാൽ ഹാസ്ബസ് എന്ന് എഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും രബക്യാഖിൻ മകനായ സക്രിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വയ്ക്കും. ഞാൻ പ്രവാചകരുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശലാൽ ഹാസ്ബാസ് എന്ന് പേർ വിളിക്കുക. ഈ കുട്ടിക്ക് അപ്പ അമ്മ എന്ന് വിളിക്കാൻ പ്രായമാകും മുമ്പേ ദമസ്കോസിലെ ധനവും ശമരിയിലെ കൊള്ളയും അസുർ രാജാവിൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ട് പോകും. വ്യക്തമായിട്ട് ദൈവം പറയുകയാണ് ആ ദേശത്തിൽ സംഭവിക്കാൻ പോകുന്ന നാശം. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആഹാസിൻ്റെ മണ്ടത്തരം. യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കാതെ. യഹൂദയുടെ രാജാവാണ്. യഹൂദയുടെ രാജാവായ ആഹാസ് ശത്രു മുമ്പിൽ വന്ന് നിരന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ പകരം തൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് മറ്റൊരു രാജ്യത്തിൽ ആശ്രയിച്ചത് കൊണ്ട് വന്നതായ ഭവിഷ്യത്തുകളാണ്. ഇപ്പോൾ ഇവിടെ 4 വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞു. വലിയ പ്ലാക്കാർഡ്, വലിയ പലകയെടുത്ത് അതിനകത്ത് വലിയ അക്ഷരത്തിൽ, എല്ലാവരും കാണത്തക്ക അക്ഷരത്തിൽ ഈ പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞു. മഹേർ ശലേൽ ഹാസ്ബാസ്. അതായത് എത്ര വലിയ കൊള്ള വേഗത്തിൽ ചെയ്താലും പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന അർത്ഥമുള്ള പേരാണ് യെശയ്യാവിൻ്റെ ഭാര്യയ്ക്ക് ജനിച്ച മകൻ. 2-ാമത്തെ മകനാണ് യെശയ്യാവിൻ്റെ. ആ മകന് കൊടുത്തതായ പേരാണിത്. ആ പേരിൻ്റെ അർത്ഥമാണ് എത്രയും പെട്ടെന്നെല്ലാം നശിക്കും. മോശയുടെ നിയമപ്രകാരം ഒരു കാര്യം ഉറപ്പിക്കാൻ 2 സാക്ഷികൾ വേണം. ഇവിടെ 2 സാക്ഷികളെ വിളിക്കുന്നുണ്ട് ദൈവം. ഒന്ന് ഉരിയ എന്ന് പറയുന്ന മനുഷ്യനെ, ഉരിയ പുരോഹിതനെയും, മറ്റൊന്ന് സക്രിയാവിനെ എൻ്റെ വിശ്വസ്ത സാക്ഷികളായി. ഈ പറഞ്ഞത് സംഭവിക്കും എൻ്റെ സാക്ഷികളായി 2 പേരുടെ പേര് അവിടെ പറയും. ആവർത്തനം 19:15 എബ്രായർ 10:28 മത്തായി 18:14 സഭാ നടപടിയുടെ കാര്യത്തിൽ 2 സാക്ഷികൾ വേണമെന്ന് പറയുമ്പോൾ ഇത് വ്യക്തമായൊരു നിയമമാണ് പഴയ നിയമത്തിൽ. ആവർത്തനം 19:15 2 സാക്ഷികളല്ലാതെ ആർക്കെതിരെ കുറ്റം പറയരുത്. എബ്രായർ 10:28 ഊരി എന്ന പ്രവാചകൻ അവൻ്റെ ജീവിത വിശ്വസ്തനായതുകൊണ്ടല്ല, അവൻ്റെ സ്ഥാനം കൊണ്ട്. മറ്റത് സക്രിയെക്കുറിച്ച് കൂടുതൽ വിവരം നമുക്കില്ല. എങ്കിലും ഒരു പക്ഷേ ഉസിയ എന്ന രാജാവിനെ പഠിപ്പിച്ച ഒരാളുണ്ടായ പേര് സക്രിയ എന്ന് അദ്ദേഹമായിരിക്കും. 3-ാം വാക്യത്തിൽ പറഞ്ഞ പ്രവാചകി യെശയ്യാവിൻ്റെ ഭാര്യയാണ്. മഹേർ ശലേൽ ഹാസ്ബാസ് എന്നാണ് പേര്. ആ പേര് ദൈവം കൊടുത്ത പേരാണ്. അതാണ് ആ പലകയിൽ എഴുതേണ്ട പേര്. എൻ്റെ അർത്ഥം എത്രയും കൊള്ള എത്ര വലുതായാലും നാശം പെട്ടെന്ന് വരും. ഇത് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ആ പേരിനെക്കുറിച്ച് യെശയ്യാവിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. നിൻ്റെ കുഞ്ഞിന് അപ്പ അമ്മ എന്ന് വിളിക്കേണ്ട സമയമാകുമ്പോൾ തന്നെ, ആ ഒരു വളർച്ചയെത്തുമ്പോൾ തന്നെ ദമസ്കസിലെ സമ്പത്തും സമരിയയുടെ എല്ലാ കൊള്ളയും ദൈവം എടുത്തുകൊണ്ട് പോകും, നഷ്ടപ്പെടുത്തി കളയും. ശത്രു സംഹാരമാണ് ഇവിടെയും കാണുന്നത്. 2 വർഷത്തിനുള്ളിൽ, ഇത് പറഞ്ഞ് 2 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുകയാണ്. തിഗ്ലസ് പിലേസർ 3-ാമൻ എന്ന അസീറിയ രാജാവ് ഇസ്രയേലിലെ ജനത്തെ പിടിച്ച് അടിമകളായി കൊണ്ടുപോകും. സമറിയ നശിപ്പിക്കപ്പെടും. ദമസ്കസ് എന്ന പട്ടണം നശിപ്പിക്കും. 732 BC ഇതെല്ലാം സംഭവിക്കും. ഇത് കൃത്യമായി ചരിത്രത്തിൽ പരിശോധിച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. ഇതാണ് അപ്പോൾ അവിടെ നേരിടുന്ന പ്രതിസന്ധി എന്നുള്ളത്.
നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ കന്യ ഗർഭിണിയായി മകനെ പ്രസവിക്കും. ആ ഒരു അടയാളം എത്ര പ്രാധാന്യമുള്ളതാണ്. ആകാശിനും അത് ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. മനുഷ്യരുടെ ജ്ഞാനത്തിലും ബുദ്ധിശക്തിയിലും ആശ്രയിക്കല്ലേ, യഹോവയിൽ ആശ്രയിക്കും. ദൈവം നിന്റെ ശത്രുവിനെ, നിന്റെ ഭയത്തെ ഞാൻ നീക്കിത്തരാം. ഭാവിയിൽ ഒരു മഷിക വരുന്നു, മനുഷ്യൻ്റെ ഭയം. ഭയപ്പെടേണ്ടത് വാക്കിലൂടെയാണ് ബൈബിൾ പലതവണയും കർത്താവ് ഇടപെട്ടത്. ആ ഭയം നീക്കിത്തരാം. ദൈവത്തിൽ ആശ്രയിക്കും. അത് ദൈവം മനുഷ്യരെ കടന്നു വരുന്നു എന്നതിൻ്റെ അടയാളമാണ് യെശയ്യാവിൻ്റെ 14. അത് കർത്താവ് യേശുവിൻ്റെ അവതരണത്തിൽ ആഗമനത്തിൽ സംഭവിച്ചു. ക്രിസ്തു മാത്രമാണ് ചരിത്രത്തിൽ കന്യകയിലൂടെ ഗർഭം ധരിച്ചു വന്ന വ്യക്തി. അത് അസാധാരണമായ അടയാളമാണ്. അത് തെളിയിക്കുന്നു ഇത് മശിഹയാണ്, പ്രവചന നിവർത്തിയാണ്, മനുഷ്യൻ്റെ രക്ഷകനാണ്. ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പാഠം. താങ്ക് യു.